നിങ്ങൾക്കും ഇതേ കണക്ക് സ്കിന്നിന് റാഷസ് അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഈ ഒരു ലക്ഷണങ്ങളും കൂടെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. നിങ്ങൾക്ക് ടെമ്പറേച്ചർ ബോഡിയിൽ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ആ റാഷസിൻ്റെ ഭാഗത്തൊക്കെ നിങ്ങൾ കൈ ഒന്ന് വെച്ച് നോക്കിയാൽ ആ ഒരു ഭാഗത്ത് ചൂട് കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് വിയർപ്പിൻ്റെ സ്മെല്ല് കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി. ഇത് പിത്തപ്രകൃതം അധികമായിട്ടുള്ള ശരീരത്തിലാണ് കാണപ്പെടുന്നത്. പിത്തപ്രകൃതം എന്ന് പറയുമ്പോൾ, പിത്തം എന്ന് പറയുമ്പോൾ വാതപിത്ത കഫം എന്ന് പറയുന്ന 3 ദോഷത്തിൽ ഒന്നാണ്. ഇത് നമുക്ക് അധികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിലുള്ള സ്കിന്നിന് ഇറിറ്റേഷൻസും മറ്റും ഉണ്ടാവാറുണ്ട്. നല്ല ചുവന്ന പാടുകളായിരിക്കും ശരീരത്ത് ഓൺ ആൻഡ് ഓഫ് വന്നു പോകുന്നത്. ചിലരിൽ അത് അധികമായിട്ട് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാക്കാനും കാരണമാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പുറമേ ഉള്ള ഓയിൻമെൻറ്റ്സും കാര്യങ്ങളുമായിരിക്കും ഇതിനു വേണ്ടി ഇടുന്നത്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. കാരണം ഇത് വീണ്ടും വരും. ഇതിൻ്റെ മെയിൻ കോസ് എന്താണ്? നമ്മുടെ ഗട്ട് ഹെൽത്താണ്. ഗട്ട് ഹെൽത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ എല്ലാം നമ്മൾ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധികമായിട്ടുള്ള പിത്തത്തിനെ നമ്മൾ വയറിളക്കി വിരേചനം ചെയ്ത് നമ്മൾ പുറത്താക്കിയ ഈ ഒരു പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മെഡിസിൻസോ മറ്റോ ഒന്നും കഴിക്കേണ്ടിയും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്ക് സ്കിൻ ഇഷ്യൂസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശീലമാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് വിരേചനം. ആയുർവേദത്തിലെ വയറിളക്കുന്ന ഒരു പ്രക്രിയ. ഇത് മാസത്തിൽ 1 അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊരിക്കലോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ദിവസവും കുടിക്കാനായിട്ട് അല്പം നറുനീണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. രാമച്ചു ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഡൈജസ്റ്റീവ് ഫയറിനെ ക്ലിയർ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.